ഹലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് എങ്ങനെ എഡിറ്റിംഗ് നടത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നെപ്പോലെ സ്റ്റാർട്ടേഴ്സായിട്ടുള്ള, അപ്പോൾ ഞാൻ 2024 സ്റ്റാർട്ട് ചെയ്താലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും കുറേ വീഡിയോസ് ഉണ്ട്, ഒന്നെങ്കിലും പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലാണ്, അപ്പോൾ എന്നെപ്പോലെ ഒരു തുടക്കക്കാർക്ക് ഉപകരിക്കുമെങ്കിൽ ആവാം എന്ന് കരുതിയാണ്. അപ്പം വീഡിയോ ഇതിൻ്റെ ബാക്കിലുണ്ട്, കാണുക. അതിനോടൊപ്പം സപ്പോർട്ടും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സപ്പോർട്ട് ചെയ്താൽ നല്ല വീഡിയോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് എടുക്കണം. യൂട്യൂബ് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പം നമുക്കറിയാം, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും ഒരു ജിമെയിൽ ഐ ഡി വേണം. ജിമെയിൽ ഐ ഡി നമുക്ക് എന്തായാലും ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കാണുമായിരിക്കും. അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ അതങ്ങനെ അറിയാത്തവരായ ആരും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിമ്മീസ് വേൾഡ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലുണ്ട്. അത് പോരാ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് മുകളിൽ ഒരു പ്ലസ് ചിഹ്നത്തിൽ കിടപ്പുണ്ട്. അത് കയറുന്നത് നമ്മുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്കാണ്. അവിടെ ഇപ്പോൾ എനിക്ക് ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്കും ഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അപ്പം ഇത് എനിക്ക് കുറച്ച് നെറ്റ് ലാഗായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നത്. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ പേജിലേക്ക് എൻ്റർ ചെയ്യുമായിരിക്കും. അപ്പോൾ അതാണ്ട മെയിൽ ഐ ഡി ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, എനിക്ക് 2 മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു മെയിൽ ഐ ഡി സ്റ്റാർട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ പേഴ്സണൽ യൂസ്, ഫോർ മൈ പേഴ്സണൽ യൂസ് അറിയാമല്ലോ, ബിസിനസ് പർപ്പസ് ഒന്നും അല്ലല്ലോ. എന്നിട്ട് നമ്മൾ നെയിമൊക്കെ കൊടുത്തൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്, നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ജ്യോതി കൊല്ലംകാരി എന്ന് പറയുന്ന അതായത് നിമ്മീസ് വേൾഡ് അല്ല, നിമ്മീസ് വേൾഡിൻ്റെ എക്സിസ്റ്റിംഗ് അതിൻ്റെ താഴെ അതർ അക്കൗണ്ട്സിൽ കിടക്കുന്ന ആ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ കയറിയത്. അതുപോലെ മെയിൽ ഐ ഡി വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ ഓൾറെഡി ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആ അക്കൗണ്ടിൽ തന്നെ എഡിറ്റ് ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ കൊല്ലംകാരി എന്ന് പറയുന്ന അക്കൗണ്ട് ഇപ്പം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പ്രൊഫൈൽ പിക്ചറൊക്കെ കാണാം. പക്ഷേ പ്രൊഫൈൽ പിക്ചറൊന്നും നമുക്ക് കാണത്തില്ല ആദ്യമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വരുമ്പം. ഞാൻ ഓൾറെഡി സെറ്റാക്കി ഇട്ട് പോയതുകൊണ്ടാണ് എൻ്റെ ഫോൺ നമുക്ക് പ്രീബാക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ എല്ലാം ബ്ലാങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്, അതായത് പ്രൊഫൈൽ പിക്ചറൊന്നും ഇല്ലാതെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് കൊടുക്കുക. നെയിം നിങ്ങളുടെ പേരാണെങ്കിൽ അത്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഏത് പേരിൽ അറിയപ്പെടുന്ന അതാണ്. അത് ഞാൻ കൊല്ലംകാരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ വെൽക്കം മൈ ചാനൽ ആൻഡ് യുവർ സപ്പോർട്ട് എന്നൊക്കെ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ പേഴ്സണൽ ബ്ലോഗാണോ അല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി റിലേറ്റഡ് ആണോ എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചർ, അതായത് ഇപ്പം എനിക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ചിഹ്നത്തിൽ ഞെക്കുമ്പം തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഓൾറെഡി വേറെ ഏതെങ്കിലും ആപ്പിലിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. കാരണം ഒരു ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പ്രൊഫഷണൽ ലുക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി അറിഞ്ഞ് പഠിച്ചതിന് ശേഷം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ അതിൻ്റെ പുറകിലൊരു വാൾപേപ്പർ ഉണ്ട്, അതും അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലെ ഷോർട്ടോ വീഡിയോസോ എന്ത് വേണമെങ്കിലും, ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിലും അധികാരികമായി നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അതിനെ അധികാരികമായി പറഞ്ഞ് തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ജിമെയിൽ ഐ ഡി നമുക്ക് അത്യാവശ്യമാണ്.
അതുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വീഡിയോ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ഇൻഷോട്ടാണ്, എൻ്റെ വീഡിയോയിലെല്ലാം കാണാൻ പറ്റും. ആ ഇൻഷോട്ടിലൂടെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടിടാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരമാവുകയാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്സ് ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരും സപ്പോർട്ട് ചെയ്യാറില്ല, കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വ്യൂവേഴ്സ് കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇത് കാണുന്ന ആൾക്കാർ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് കൂടുതൽ സപ്പോർട്ട് ഇനിയും ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോയിൽ ഒരുപാട് ലിമിറ്റേഷൻസ്, പരിമിതികൾ, ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഒരു തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങളിത് കണ്ട് എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ.